ദ മോസ്റ്റ് മിസ്അണ്ടർസ്റ്റുഡ് വേർഡ് ഇൻ ദിസ് വേൾഡ് ഇസ് ലവ്. സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുതായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള വാക്ക്. ഇത് സുവിശേഷകനായിട്ടുള്ള ബിലിഗ്രഹം പറഞ്ഞൊരു കാര്യമാണ്. ഇത് ഒരർത്ഥത്തിൽ വളരെ ശരിയാണ്. നമ്മൾ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഈ സ്നേഹത്തിന് നമുക്ക് കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കണം. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവരെ സ്നേഹിക്കുന്നത് ഒരു നിബന്ധനകൾ വെച്ചിട്ടാണോ, ഒരു കണ്ടീഷൻസ് വെച്ചിട്ടാണോ ഞാൻ സ്നേഹിക്കുന്നത്? സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കണ്ടീഷൻസ് ഇല്ലാതെ, യാതൊരു അതിരുകളും ഇല്ലാതെ ഒരു വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം കർത്താവാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. ആ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് ഒരു കണ്ടീഷൻസും വെച്ചിട്ടല്ല. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് യാതൊരു കണ്ടീഷൻസും ഇല്ലാതെ, നമ്മുടെ പാപ സാഹചര്യത്തിൽ നമ്മൾ പാപത്തിൽ ആയിരുന്നപ്പോഴാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് അവൻ കുരിശിൽ യാഗമായി തീർന്നത്. അവൻ്റെ മുകളിലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി തീർന്നു എന്ന വചനം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. കർത്താവ് അത്തരത്തിലാണ് നമ്മളെ സ്നേഹിച്ചത്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ മക്കളായിട്ട് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും അത്തരത്തിൽ തന്നെ സ്നേഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഓരോ ക്രിസ്ത്യാനിയും അങ്ങനെ സ്നേഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഇവർ എന്നോട് ഇങ്ങനെയാണ് പ്രവർത്തിച്ചത്, അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തും അങ്ങനെ തന്നെ പ്രവർത്തിക്കും. ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ നന്നായിട്ട് സംസാരിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവൻ എനിക്ക് അത്രമാത്രം നന്മ ചെയ്തിട്ടുണ്ട്, അവൻ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. കൂടെ നിന്നപ്പോൾ മാത്രം സ്നേഹിക്കുന്നത് സ്നേഹമല്ല, അത് കച്ചവടമാണ്. നമുക്ക് കാശ് കൊടുത്തവരോട് നമ്മൾ കാശ് മറിച്ച് അങ്ങോട്ടും കൊടുക്കുന്നു, അത് കച്ചവടമാണ്. എന്നാൽ കാശ് കൊടുക്കാത്തവരോട്, കാശ് കൊടുക്കാൻ കഴിവില്ലാത്തവരോട് നമ്മൾ കാശ് കൊടുക്കുമ്പോൾ അതിനെ എന്ത് പറയും? നമ്മൾ ചാരിറ്റി അല്ലെങ്കിൽ ആക്ഷൻ ഓഫ് ലവ്. ബിക്കോസ് അത് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നില്ല, അത് ഡിവൈനായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹം പുറപ്പെടേണ്ടത് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് സ്നേഹം നമ്മൾക്ക് കിട്ടുമ്പോൾ മാത്രമല്ല, എല്ലാ സാഹചര്യങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം. അത്തരത്തിലാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ളൊരു സ്നേഹം അഗാപ്പെ ലവ് എന്നാണ് പറയുന്നത്, അൺകണ്ടീഷണൽ ലവ്. ഈ സ്നേഹം ഒരിക്കലും ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്കും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുകയും ഇത്തരത്തിൽ സ്നേഹിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവരും ഇത്തരത്തിൽ സ്നേഹിക്കാനായിട്ട് സാധിക്കും. കർത്താവിനെ എങ്ങനെയാണ് നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്? വചനം വഴി. കർത്താവിൻ്റെ വചനം നമ്മൾ പാലിക്കുകയും അതനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 14 പറയുന്നുണ്ട്, കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് കുടികൊള്ളും. ആ കർത്താവിന് നമ്മളുടെ ഉള്ളിൽ നിന്ന് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാനായിട്ട് സാധിക്കും. സ്നേഹമായിട്ടുള്ള ഈശോ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അളവില്ലാതെ സ്നേഹം, അതിരുകളില്ലാതെ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ കർത്താവിനെ വചനം വഴി നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക്